ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ലക്ഷ്മി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ആഘോഷമാണ് വരലക്ഷ്മി വ്രതം. പ്രധാനമായും ദക്ഷിണേന്ത്യൻ ഭക്തർ ഈ വ്രതം ആചരിക്കുന്നു. വരലക്ഷ്മി വ്രതത്തിന് വലിയ മതപരമായ പ്രാധാന്യമുണ്ട്. എല്ലാ വർഷവും ശ്രാവണ മാസത്തിലെ പൗർണമി നാളിൽ, അതായത് രക്ഷാബന്ധന് തൊട്ട് മുമ്പ് വരുന്ന വെള്ളിയാഴ്ചയാണ് വരലക്ഷ്മി വ്രതം ആചരിക്കുന്നത്. ഈ വർഷം ഓഗസ്റ്റ് 8 വെള്ളിയാഴ്ചയാണ് വരമഹാലക്ഷ്മി വ്രതം ആചരിക്കുന്നത്. വിഷ്ണു പുരാണം, നാരദ പുരാണം എന്നിവയിൽ വരലക്ഷ്മി വ്രതത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഈ വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് സമ്പത്തും ഐശ്വര്യവും സ്വത്തും ഉത്തമ സന്താനങ്ങളും ഉണ്ടായിരിക്കും. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കുകയും ഒരു വ്യക്തിയുടെ അനേകം തലമുറകൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാവുകയും ചെയ്യും. വരലക്ഷ്മി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തരുടെ കുടുംബത്തിന് എല്ലാ സന്തോഷവും ഐശ്വര്യവും എളുപ്പത്തിൽ ലഭിക്കുന്നു. വിവാഹിതരായ സ്ത്രീകൾക്ക് മാത്രമേ വരലക്ഷ്മി വ്രതം അനുഷ്ഠിക്കാൻ കഴിയൂ. അവിവാഹിതരായ പെൺകുട്ടികൾക്ക് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് നിഷിദ്ധമാണ്. കുടുംബത്തിൻ്റെ സന്തോഷവും ഐശ്വര്യത്തിനുമൊക്കെ വേണ്ടി വിവാഹിതരായ പുരുഷന്മാർക്കും ഈ വ്രതം അനുഷ്ഠിക്കാം. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ഈ വ്രതം അനുഷ്ഠിച്ചാൽ ഇരട്ടി ഫലം ലഭിക്കും. വ്രതാനുഷ്ഠാനത്തിൻ്റെ ശുഭഫലത്തോടെ ഭക്തരുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീങ്ങുന്നു. ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങുകയും പണത്തിൻ്റെ വരവ് സുഗമമാവുകയും ചെയ്യും. 8 തരത്തിലുള്ള സിദ്ധികൾ വരലക്ഷ്മി വ്രതത്തിലൂടെ കൈവരുന്നു. ശ്രീ, ഭൂ, സരസ്വതി, പ്രീതി, കീർത്തി, ശാന്തി, സംതൃപ്തി, സ്ഥിരീകരണം എന്നിവയാണവ. അതായത് വരലക്ഷ്മി വ്രതം ആചരിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമ്പത്ത്, സ്വത്ത്, അറിവ്, സ്നേഹം, സ്ഥാനമാനങ്ങൾ, സമാധാനം, ഐശ്വര്യം, ആരോഗ്യം എന്നിവ ഉണ്ടാകുന്നു. ഇനി പൂജയ്ക്ക് വേണ്ട സാമഗ്രികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം അല്ലെങ്കിൽ ചിത്രം, പൂക്കൾ, പുഷ്പമാല, കുങ്കുമം, മഞ്ഞൾ, ചന്ദനപ്പൊടി, അക്ഷതം, വിഭൂതി, കണ്ണാടി, ചീർപ്പ്, മാവില, വെറ്റില, പഞ്ചാമൃതം, തൈര്, വാഴയില, പാൽ, വെള്ളം, ധൂപവർഗ്ഗങ്ങൾ, കർപ്പൂരം, മണി, പ്രസാദം, പിന്നെ ഒരു വലിയ കലശം എന്നിവയാണ് വേണ്ടത്. ഇനി ആരാധന ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ദിവസം നേരത്തെ ഉണർന്ന് വീട് മുഴുവൻ വൃത്തിയാക്കി കുളിക്കുക. അതിനുശേഷം വരലക്ഷ്മിയുടെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം പൂജാവേദിയിൽ വയ്ക്കുക. പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, കുങ്കുമം, പൂക്കൾ എന്നിവ ഉപയോഗിച്ച് ലക്ഷ്മി ദേവിയെ അലങ്കരിക്കുക. ദേവിക്ക് ചന്ദനം, കുങ്കുമം, സിന്ദൂരം എന്നിവ സമർപ്പിക്കുക. പഴങ്ങളും മധുര പലഹാരങ്ങളും വെള്ളവും ദേവിക്ക് സമർപ്പിക്കുക. ദിയ, കർപ്പൂരം, അഗർബത്തി എന്നിവ ഉപയോഗിച്ച് ആരാധിക്കുക. വരലക്ഷ്മി വ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസം ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. വരലക്ഷ്മി പൂജയ്ക്ക് മുമ്പ് ഒന്നും കഴിക്കരുത്. ആദ്യം വരലക്ഷ്മി പൂജ നടത്തുക, ലക്ഷ്മി ആരതി ചെയ്യുക, കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും പ്രസാദം വിതരണം ചെയ്യുക. രാത്രിയിൽ വരലക്ഷ്മി ആരതി അർച്ചന നടത്തിയതിനു ശേഷം പഴങ്ങൾ കഴിക്കുക. ലക്ഷ്മി ദേവിക്ക് ഗ്രാമ്പു വളരെ പ്രിയപ്പെട്ടതാണ്. വരലക്ഷ്മി വ്രത പൂജ കഴിഞ്ഞ ശേഷം ഒരു ജോഡി ഗ്രാമ്പു ചുവന്ന തുണിയിൽ കെട്ടി നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യത്തിൻ്റെ സ്ഥാനത്ത് സൂക്ഷിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് സമ്പത്തിൽ ഒരു കുറവുമുണ്ടാകില്ല. വീട്ടിൽ എപ്പോഴും ഐശ്വര്യമുണ്ടാകും. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.